ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. എനിക്കിപ്പോൾ 24 വയസ്സാണുള്ളത്. 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണ് ഞാനിവിടെ കഥയായി പറയാൻ പോകുന്നത്. ഒരു ഞായറാഴ്ച ഞാൻ അമ്മയെയും കൂട്ടി തറവാട്ടിലേക്ക് പോയി. അമ്മ കുറേ നാളായി തറവാട്ടിലേക്ക് പോകണം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. തറവാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ വലിയച്ഛനും വലിയച്ഛൻ്റെ കുടുംബവുമാണ്. തറവാട്ടിലെത്തിയതിനു ശേഷം ഇനി എന്തായാലും 2 ദിവസം അവിടെ താമസിച്ചിട്ടേ തിരികെ വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന തീരുമാനത്തിലായി അമ്മ. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം ജോലിക്കും പോകണമായിരുന്നു. അതുകൊണ്ട് അന്ന് വൈകുന്നേരം ഞാൻ മാത്രം വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലേക്കുള്ള ബസ് കയറി. ബസ്സിലാണെങ്കിൽ നല്ല തിരക്കുമുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കാം അത്രയും തിരക്ക് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ബസ്സിൽ സീറ്റിലിരുന്നിരുന്നതെല്ലാം കുറച്ച് പ്രായമായ അമ്മമാരായിരുന്നു. എൻ്റെ മുന്നിലും പുറകിലുമെല്ലാം നിന്നിരുന്നതും കുറച്ച് പ്രായമായ സ്ത്രീകൾ തന്നെയായിരുന്നു. ഓരോ സ്റ്റോപ്പിലും ആളുകൾ ബസ്സിലേക്ക് കയറും തോറും ഞാൻ കൂടുതൽ പിന്നിലേക്ക് ആയി തുടങ്ങി. പെട്ടെന്നാണ് മഴ പെയ്തത്. ആളുകളെല്ലാം ബസ്സിലെ വിൻഡോസ് ഓരോന്നോരോന്നായി അടയ്ക്കാൻ തുടങ്ങി. വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തപ്പോഴേക്കും ബസ്സിനുള്ളിലാകെ ഒരു ഇരുണ്ട വെളിച്ചമായി മാറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ ആരോ തടകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനപ്പോൾ തിരിഞ്ഞു നോക്കി. എൻ്റെ ഇടതുഭാഗത്ത് നിന്നിരുന്ന ആളുടെ കൈ ചെറുതായി എൻ്റെ ബാക്കിൽ മുട്ടുന്നുണ്ടായിരുന്നു. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് അയാളുടെ കൈ അറിയാതെ തട്ടിയതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അയാൾ എൻ്റെ ബാക്കിൽ നല്ലപോലെ അമർത്തുന്നു. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ അവിടെ നിന്നു. ഞാൻ ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ടായിരിക്കാം അയാൾ ഒന്നുകൂടെ ധൈര്യം വെച്ചതുപോലെ എൻ്റെ അടുക്കലേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്നു. എന്നിട്ട് എൻ്റെ കൈകൾക്കിടയിലൂടെ അയാൾ അയാളുടെ കൈയിട്ട് എൻ്റെ വയറിൽ അമർത്താൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തെ തുടയിലൂടെ എന്തോ കുത്തുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കിയപ്പോൾ അത് അയാളുടെ സാധനമായിരുന്നു. അങ്ങനെ അയാൾ കുറേ നേരം എൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പിടിച്ചമർത്തുകയും തടവുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി വീട്ടിലേക്ക് പോയി.